നമസ്കാരം, ഞാൻ ശാലിനി. പ്രധാന വാർത്തകൾ. പാമ്പാടി നെടുങ്കുഴിയിൽ കേര കർഷകനോട് ക്രൂരത. 3 വർഷം വളർച്ചയെത്തിയ തെങ്ങിൻ തൈകളുടെ ഓലകൾ വെട്ടിനശിപ്പിച്ചു. പരാതി നൽകി കർഷകൻ. ഏറ്റുമാനൂർ ശ്രീ മഹാദേവന്റെ സ്വർണ്ണരുദ്രാക്ഷമാലയിലെ മുത്തുകൾ കാണാതായ സംഭവം. കേസ് ഏറ്റുമാനൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് കോടതി തള്ളി. മുൻ മേൽശാന്തിയെ കള്ളക്കേസിൽ കൊടുക്കുകയായിരുന്നുവെന്നും കോടതി നിരീക്ഷണം. കോട്ടയം നഗരസഭയിലെ ഉദ്യോഗസ്ഥരുടെ അനാസ്ഥയ്ക്കെതിരെ വേറിട്ട പ്രതിഷേധം. 3 ദിവസം കൊണ്ട് തീർപ്പാക്കേണ്ട ഫയൽ തീർത്തത് 74 ദിവസം കൊണ്ട്. നഗരസഭാ ഓഫീസിൽ ലഡു നൽകി പരാതിക്കാരൻ. ആഗോള അയ്യപ്പ സംഗമത്തെ അനുകൂലിച്ച ജി സുകുമാരൻ നായർക്കെതിരെ കരയോഗങ്ങൾ. ഭക്തരെയും സമുദായത്തെയും ജനറൽ സെക്രട്ടറി ഒരുപോലെ വഞ്ചിച്ചെന്ന് ആർപ്പൂക്കര NSS കരയോഗം അംഗങ്ങൾ. മന്ത്രി ഗണേഷിനെതിരെയും പ്രതിഷേധം. വാർത്തകൾ വിശദമായി. പാമ്പാടി നെടുങ്കുഴിയിൽ തൈത്തെങ്ങിന്റെ ഓലകൾ വെട്ടിനശിപ്പിച്ചു. RIT കോളേജിന് സമീപം താമസിക്കുന്ന അന്ത്രയോസ് എന്ന കർഷകന്റെ തെങ്ങുകളാണ് നശിപ്പിച്ചത്. പാമ്പാടി നെടുങ്കുഴിയിൽ നാടൻ തെങ്ങും തൈകൾ നശിപ്പിച്ച നിലയിൽ. നെടുങ്കുഴി RIT കോളേജിന് സമീപത്ത് താമസിക്കുന്ന കേര കർഷകൻ അന്ത്രയോസിന്റെ തെങ്ങും തൈകളാണ് വെട്ടിനശിപ്പിച്ചത്. 3 വർഷം വളർച്ചയുള്ള 6 തെങ്ങുകളുടെ ഓല വെട്ടിമുറിച്ചുകൊണ്ടുപോയി. ഇന്ന് രാവിലെ കൃഷിത്തോട്ടത്തിലെത്തിയപ്പോഴാണ് ഓലകൾ വെട്ടിമാറ്റിയത് കണ്ടത്. ഈ പ്രദേശത്ത് തന്നെ മറ്റ് കർഷകരുടെ തെങ്ങിനോലകളും മോഷണം പോയിട്ടുണ്ട്. നാടൻ തെങ്ങുകൾ നാട്ടിൽ നിന്നും അപ്രത്യക്ഷമാകുന്ന കാലഘട്ടത്തിൽ വളരെ കഷ്ടപ്പെട്ടാണ് നാടൻ തെങ്ങിൻ തൈകൾ സംഘടിപ്പിച്ച് പരിപാലിച്ചു വളർത്തുന്നതെന്ന് അന്ത്രയോസ് പറഞ്ഞു. വളർച്ചയുടെ ഈ ഘട്ടത്തിൽ ഇതുപോലെ ഓലക്കൈകൾ വെട്ടിമാറ്റിയാൽ തെങ്ങിന്റെ വളർച്ച മുരടിച്ചു പോകുമെന്നും അന്ത്രയോസ് കൂട്ടിച്ചേർത്തു. കൈത്തെങ്ങാണ്. ഞാൻ ഇന്നലെ രാവിലെ പള്ളിയിൽ പോയിട്ട് വന്ന് ഒരു 9:30 ആയപ്പോഴത്തേക്ക് 10 മണിയായപ്പോൾ നോക്കുമ്പോൾ പെട്ടെന്ന് ഞാൻ നോക്കുമ്പോൾ ഇവിടെ എല്ലാം തെളിഞ്ഞു പോയ പോലെ. എന്താണെന്ന് നോക്കുമ്പോഴത്തേക്കിന് ഈ തെങ്ങിൻ്റെ ഓലയൊന്നുമില്ല. കണ്ടത്തിൻ്റെ സൈഡിൽ നിൽക്കുന്ന 3 തെങ്ങും കരയ്ക്ക് നിൽക്കുന്ന 2 തെങ്ങുമാണ്. അതിൻ്റെ ഇങ്ങനെ ഞാനിപ്പോൾ അടുത്ത വീട്ടിലെ ആൾക്കാരെയൊക്കെ വിളിച്ച് ചോദിച്ചപ്പോൾ അവരാരും കണ്ടില്ല, അറിഞ്ഞില്ല എന്ന് പറഞ്ഞു. ഇതാണ് സംഭവിച്ചിരിക്കുന്നത്. അത് നമ്മൾ നാടൻ തെങ്ങ് അന്യം നിന്ന് പോകരുതല്ലോ എന്നുകൊണ്ട് പ്രത്യേകമായിട്ട് വെച്ചതാണ്. അതാണ് നമുക്ക് ഏറ്റവും വലിയ സങ്കടം. തെങ്ങിന് പുറമെ വാഴ, കമുക്, മറ്റ് കൃഷികൾ എല്ലാം തന്നെ ഉണ്ടെങ്കിലും തെങ്ങിൻ തൈകൾ മാത്രമാണ് നശിപ്പിച്ചത്. തന്റെ കൃഷി നശിപ്പിച്ചവരെ ആരായാലും അവരെ കണ്ടെത്തി നടപടിയെടുക്കണമെന്നും പോലീസിൽ പരാതി നൽകിയിട്ടുണ്ടെന്നും അന്ത്രയോസ് പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പാമ്പാടി. ഏറ്റുമാനൂർ ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ സ്വർണ്ണ രുദ്രാക്ഷമാലയിലെ മുത്തുകൾ കാണാതായ കേസ് ഏറ്റുമാനൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് കോടതി തള്ളി. കുറ്റാരോപിതനായ മുൻ മേൽശാന്തിയെ കള്ളക്കേസിൽ കൊടുക്കുകയായിരുന്നുവെന്നും കോടതി കണ്ടെത്തി. ഏറ്റുമാനൂർ ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ സ്വർണ്ണ രുദ്രാക്ഷമാല കാണാതായത് സംബന്ധിച്ച് മുൻ മേൽശാന്തി കാഞ്ഞങ്ങാട്ട് തളിയിൽ വാരിക്കാട് കേശവൻ സത്യേഷിനെതിരായ കേസ് ഏറ്റുമാനൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി തള്ളി. പരാതി പ്രഥമ ദൃഷ്ട്യാ നിലനിൽക്കുന്നതല്ലെന്ന് കണ്ടും ദേവസ്വം ജീവനക്കാർ സാമ്പത്തിക നേട്ടത്തിനായി കേശവൻ സത്യേഷിനെ ബലിയാടാക്കിയെന്ന വാദം കണക്കിലെടുത്തുമാണ് മജിസ്ട്രേറ്റ് കോടതി ജഡ്ജി A. നിസാം കേസ് തള്ളിയത്. കേശവൻ സത്യേഷ് ചുമതല ഒഴിഞ്ഞ ശേഷം 2021 പുതിയ മേൽശാന്തി സ്ഥാനം പ്പോൾ നടത്തിയ കണക്കെടുപ്പിലാണ് മാല മോഷണം പോയ വിവരം അറിയുന്നത്. 23 ഗ്രാം കെട്ടിയ 81 മുത്തുകളുള്ള രുദ്രാക്ഷമാല മാറ്റി പകരം 72 മുത്തുകളുള്ള സ്വർണം കെട്ടിയ മറ്റൊരു രുദ്രാക്ഷമാല വെച്ചെന്നായിരുന്നു കേസ്. ദേവസ്വം വിജിലൻസിന്റെയും പോലീസിന്റെയും പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടും ഇത്തരത്തിലായിരുന്നു. വിഗ്രഹത്തിൽ ചാർത്താൻ ഉപയോഗിച്ചിരുന്ന സ്വർണ്ണ രുദ്രാക്ഷമാല ഉൾപ്പെടെ ചില ഉരുപ്പിടികൾ ഒളിപ്പിച്ച ദേവസ്വം ജീവനക്കാർ കേസിൽ കൊടുക്കാതിരിക്കാൻ തന്നോട് 6 ലക്ഷം രൂപ ആവശ്യപ്പെട്ടെന്നും പണം നൽകില്ലെന്ന് പറഞ്ഞതോടെ കേസിൽ കുടുക്കിയെന്നുമാണ് കേശവൻ സത്യേഷ് നൽകിയ വിശദീകരണം. ശ്രീകോവിലിലെ അഗ്നിബാധയെ തുടർന്ന് ശ്രീകോവിലിലെ എല്ലാ സാമഗ്രികളും ദേവസ്വം അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറെ ഏൽപ്പിച്ചിരുന്നെന്ന വാദവും കോടതി ഉന്നയിച്ചു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. കോട്ടയം നഗരസഭയിലെ ഉദ്യോഗസ്ഥരുടെ അനാസ്ഥയ്ക്കെതിരെ മധുരം വിതരണം ചെയ്ത് പ്രതിഷേധം. ചിങ്ങവനം സ്വദേശിയായ സലിമോനാണ് ഉദ്യോഗസ്ഥരുടെ അനാസ്ഥയ്ക്കെതിരെയും തനിക്ക് നേരിടേണ്ടി വന്ന ബുദ്ധിമുട്ടിനെതിരെയും ലഡു നൽകി പ്രതിഷേധിച്ചത്. ജൂലൈ 12-ന് സലിമോന്റെ മകളുടെ വിവാഹ ആവശ്യത്തിനായി 10,000 രൂപ ഡെപ്പോസിറ്റ് നൽകി മാമൻ മാപ്പിള ഹാൾ ബുക്ക് ചെയ്തിരുന്നു. വിവാഹശേഷം ഡെപ്പോസിറ്റ് തുക തിരികെ ലഭിക്കാനുള്ള അപേക്ഷയും നൽകി. തുടർച്ചയായി ഓഫീസ് കയറിയിറങ്ങിയെങ്കിലും ഡെപ്പോസിറ്റ് തുക തിരികെ ലഭിക്കാൻ നടപടിയുണ്ടായില്ലെന്ന് സലിമോൻ പറയുന്നു. 74 ദിവസങ്ങൾക്ക് ശേഷം ഇക്കഴിഞ്ഞ ശനിയാഴ്ചയാണ് ഡെപ്പോസിറ്റ് തുക തിരികെ ലഭിച്ചത്. ആ 10,000 രൂപ തിരിച്ചു കിട്ടാനായിട്ട് വൗച്ചറുകളും അനുബന്ധ രേഖകളും ഞാൻ ജൂലൈ 21-ാം തീയതി ഈ ഓഫീസിൽ സമർപ്പിച്ചു. അതിനുശേഷം ഞാൻ 71 ദിവസം ഈ ഓഫീസ് കയറി ഇറങ്ങുമ്പോൾ എനിക്ക് അത് എവിടെ, ഏത് ഡെസ്കിലാണ്, അല്ലെങ്കിൽ എന്താണ് സംഭവിക്കുന്നത് പോലും അവർ പറയുന്നില്ല. ആ സാറില്ല, ഈ സാറില്ല, അക്കൗണ്ടൻ്റ് ഇല്ല, സെക്രട്ടറി ഇല്ല എന്ന് പറഞ്ഞ് 71-ാമത്തെ ദിവസം ഞാൻ ജോയിൻറ്റ് ഡയറക്ടർക്ക് പരാതി കൊടുക്കുന്നു ഫോണിലൂടെ. അദ്ദേഹം പറയുന്നു, അയ്യോ 3 ദിവസം കൊണ്ട് കിട്ടേണ്ട ഡെപ്പോസിറ്റ് ആണ് തന്നെ ഇവർക്ക് ഇത്രയും ദിവസം എടുക്കുന്നതെന്ന് അദ്ദേഹം
അത്ഭുതപ്പെടുന്നു. അദ്ദേഹം ഇടപെടുന്നു. എനിക്ക് മിനിയാന്ന്, അതായത് 74ാമത്തെ ദിവസം വൈകുന്നേരം 5 മണിയാകുമ്പോൾ ആ 10,000 രൂപ കിട്ടി. ആരിടപെട്ടു? ഇതിൻ്റെ മേലാഫീസർ ജോയിൻറ്റ് ഡയറക്ടർ ഇടപെട്ടുകൊണ്ടത് മാത്രമാണ് എനിക്കത് കിട്ടിയത്. ഒരു സാധാരണ മനുഷ്യനാണ് എങ്കിൽ ഇതിൻ്റെ അവസ്ഥയൊന്നും ആലോചിച്ച് നോക്കിക്കേ. പാലാ നിയോജക മണ്ഡലത്തിലെ റവന്യൂ ഓഫീസുകൾ പൂർണ്ണമായി കമ്പ്യൂട്ടർവൽക്കരിക്കുന്നു. ഇതിനായി 22 ലക്ഷം രൂപയുടെ ഉപകരണങ്ങൾ നൽകി. പാലാ നിയോജക മണ്ഡലത്തിലെ റവന്യൂ ഓഫീസുകളുടെ കമ്പ്യൂട്ടറൈസേഷൻ പദ്ധതിക്കായി 22 ലക്ഷം രൂപയുടെ ഉപകരണങ്ങൾ നൽകി. MLA-മാരുടെ പ്രത്യേക വികസന നിധിയിൽ നിന്നും മാണി സി കാപ്പൻ MLA അനുവദിച്ച ഫണ്ട് ഉപയോഗിച്ചാണ് വിവിധ ഉപകരണങ്ങൾ നൽകിയത്. പാലാ മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന താലൂക്ക് ഓഫീസ്, വില്ലേജ് ഓഫീസുകൾ എന്നിവിടങ്ങളിലെ ഈ ഓഫീസ് സംവിധാനം മെച്ചപ്പെടുത്തുന്നതിലേക്കായാണ് 22 ലക്ഷം രൂപയുടെ ഉപകരണങ്ങൾ നൽകിയത്. 17 A3 ഫോട്ടോസ്റ്റാറ്റ് കോപ്പിയർ, 13 A4 ഷീറ്റ് ഫഡ് സ്കാനർ, 18 ലാപ്ടോപ്പുകൾ എന്നിവയാണ് അനുവദിച്ചത്. ലാലം, തലനാട്, മൂന്നിലവ്, മേലുകാവ്, തലപ്പലം, ഭരണങ്ങാനം, പൂവരണി, കടനാട്, രാമപുരം, വെള്ളിലാപ്പള്ളി, വള്ളിച്ചിറ, മീനച്ചിൽ, പുരയന്നൂർ എന്നീ വില്ലേജ് ഓഫീസുകളിലേക്ക് ഓരോ A3 പ്രിന്റർ, A4 ഷീറ്റ് ഫഡ് സ്കാനർ, ലാപ്ടോപ്പ് എന്നിവയും, മീനച്ചിൽ താലൂക്ക് ഓഫീസിലേക്ക് 2 A3 പ്രിന്റർ, 1 A3 ഷീറ്റ് ഫഡ് സ്കാനർ, 3 ലാപ്ടോപ്പ് എന്നിവയും, കാഞ്ഞിരപ്പള്ളി താലൂക്കിൽ ഉൾപ്പെട്ട എലിക്കുളം വില്ലേജ് ഓഫീസിനായി 1 A3 പ്രിന്റർ, 2 ലാപ്ടോപ്പ് എന്നിവയും, ഇളങ്ങോളം വില്ലേജ് ഓഫീസിലേക്ക് 1 A3 പ്രിന്റർ എന്നിവയുമാണ് നൽകിയത്. ഉപകരണങ്ങളുടെ വിതരണ ഉദ്ഘാടനം മാണി സി കാപ്പൻ MLA നിർവഹിച്ചു. മോഡേണൈസ് ചെയ്തെന്ന് പറഞ്ഞെങ്കിലും അതിനാവശ്യമായ ഉപകരണങ്ങൾ കൂടി സപ്ലൈ ചെയ്യാനുള്ള ബാധ്യത ഉള്ള സർക്കാർ ചെയ്യാതിരുന്നുകൊണ്ടാണ് അത് സംഭവിച്ചത്. ഏതായാലും മഞ്ജിത്ത് എന്നോട് ഇത് ആവശ്യപ്പെട്ടു, RDO ആവശ്യപ്പെട്ടു. അങ്ങനെ 22 ലക്ഷം രൂപ കൊടുത്ത് തൽക്കാലം ഈ പ്രശ്നങ്ങൾക്കൊരു പരിഹാരം കാണാൻ കഴിഞ്ഞു. ഇപ്പോൾ തഹസിൽദാർ പറഞ്ഞു കടുത്തുരുത്തിയിലെയും പൂഞ്ഞാറിലെയും MLA-മാരുടെ സഹായം, കടുത്തുരുത്തിയിലെ MLA-യുടെ സഹായം എൻ്റെ പേരിൽ ഉറപ്പിച്ചു. അത് ഞാൻ മേടിച്ചിരുന്ന ഇന്ന് തന്നെ വിളിച്ച് അദ്ദേഹമായിട്ട് സംസാരിച്ചിട്ട് എന്നോട് നമ്മുടെ ക്രമങ്ങൾ കൊടുക്കും, പറയും നിങ്ങൾ എത്ര രൂപയുടെ പ്രപ്പോസലാണെന്നുള്ളത് അദ്ദേഹത്തെ അറിയിക്കുക. മീനച്ചിൽ താലൂക്ക് ഓഫീസ് കോൺഫറൻസ് ഹാളിൽ നടന്ന യോഗത്തിൽ തഹസിൽദാർ ലറ്റിമാൾ തോമസ് അധ്യക്ഷയായിരുന്നു. RDO ദീപ KP, കാഞ്ഞിരപ്പള്ളി തഹസിൽദാർ സജിമോൻ AS, LR തഹസിൽദാർ സീമ ജോസഫ്, ബിന്ദു തോമസ് തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പാലാ. ആഗോള അയ്യപ്പ സംഗമം പരിപാടിക്ക് പിന്തുണ നൽകിയ NSS ജനറൽ സെക്രട്ടറി G സുകുമാരൻ നായർക്കെതിരെ പ്രമേയം. ആർപ്പൂക്കര NSS 611 നമ്പർ കരയോഗം അംഗങ്ങൾ ജനറൽ സെക്രട്ടറിക്കെതിരെ പരസ്യമായി രംഗത്തെത്തി. ഇടതു സർക്കാർ നടത്തിയ ആഗോള അയ്യപ്പ സംഗമം പരിപാടിക്ക് പിന്തുണ നൽകിയ NSS ജനറൽ സെക്രട്ടറി G സുകുമാരൻ നായർക്കെതിരെ പ്രമേയം. എല്ലാ രാഷ്ട്രീയ കക്ഷികളോടും സമദൂരം പാലിച്ചാണ് NSS പ്രവർത്തിക്കുന്നത്. ആഗോള അയ്യപ്പ സംഗമം പരിപാടിക്ക് NSS ജനറൽ സെക്രട്ടറി G സുകുമാരൻ നായർ നൽകിയ പിന്തുണ സമദൂര സിദ്ധാന്തത്തെ ലംഘിക്കുന്നതായി ആർപ്പൂക്കര NSS 611 നമ്പർ ശാഖ കുറ്റപ്പെടുത്തുന്നു. അയ്യപ്പ ഭക്തരെയും സമുദായത്തെയും ഒരുപോലെ വഞ്ചിച്ച G സുകുമാരൻ നായർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണം മെന്ന് ആർപ്പൂക്കര NSS കരയോഗം കമ്മിറ്റി അംഗം നന്ദകുമാർ പറഞ്ഞു. മന്ത്രി KB ഗണേഷ് കുമാറിനെതിരെയും ഇവർ പ്രതികരിച്ചു. ഭക്തർക്കെതിരെയും അതുപോലെ തന്നെ കേസുകൾ എടുത്ത് ഇതുവരെ കേസുകളൊന്നും പിൻവലിക്കാത്ത സമയത്ത് തന്നെ ഭക്തരെയും സമുദായത്തെയും വഞ്ചിച്ച ശ്രീ സുകുമാരൻ നായർക്കെതിരെ ശക്തമായ നടപടി എടുക്കണമെന്ന് എല്ലാ കരയോഗങ്ങളോടും ഇതിന് പിന്തുണയായിട്ട് വരണമെന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. ഞങ്ങൾ എന്തായാലും ഇതുമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെ തീരുമാനിച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ ശരിയായിട്ടും വഞ്ചിക്കുകയാണ് അയാൾ ചെയ്തത്. സമുദായത്തെ ശരിക്കും വഞ്ചിക്കുകയാണ് ചെയ്തത്. കാരണം ഇത്രയും ഒരു ഭക്തരെ, അയ്യപ്പ ഭക്തരെ ശരിക്കും വഞ്ചിക്കുകയാണ് അയാൾ ചെയ്തിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ശ്രീ KB ഗണേഷ് കുമാർ പറഞ്ഞത് 4 NSS കരയോഗാംഗങ്ങൾ പോയാൽ NSSന് ഒരു ചുക്കുമില്ലെന്നാണ് പറഞ്ഞത്. 4 പേരാണോ 40,000 പേരാണോ പോകാനിരിക്കുന്നതെന്ന് ശ്രീ KB ഗണേഷ് കുമാറിന് വഴിയേ മനസ്സിലാകും. എന്തായാലും ഇതിലൊക്കെ എതിരെ ശക്തമായ നിലപാട് ഞങ്ങളിവിടെ അറിയിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, കോട്ടയം. വികസിത ശാസ്താംകാവിനായി BJP വാഴൂർ ശാസ്താംകാവ് മേഖലാ കമ്മിറ്റി പദയാത്ര നടത്തി. ഗ്രാമീണ റോഡുകൾ സഞ്ചാരയോഗ്യമാക്കുക, വഴിവിളക്കുകൾ പുനഃസ്ഥാപിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ സമരക്കാർ ഉന്നയിച്ചു. വികസിത ശാസ്താംകാവിനായി BJP ശാസ്താംകാവ് മേഖലാ കമ്മിറ്റി പദയാത്ര സംഘടിപ്പിച്ചു. കല്ലുതെക്കതിൽ നിന്നും ആരംഭിച്ച പദയാത്ര ശാസ്താംകാവ് അമ്പലം ജംഗ്ഷനിൽ സമാപിച്ചു. കല്ലുതെക്കൽ ശാസ്താംകാവ് ചെന്നാക്കുന്ന് PWD റോഡ് ഗതാഗത യോഗ്യമാക്കുക, ഗ്രാമീണ റോഡുകൾ സഞ്ചാരയോഗ്യമാക്കുക, വഴിവിളക്കുകൾ പുനഃസ്ഥാപിക്കുക, കേന്ദ്ര പദ്ധതികൾ നടപ്പാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു പദയാത്ര. സമാപന സമ്മേളനം BJP കോട്ടയം ഈസ്റ്റ് ജില്ലാ വൈസ് പ്രസിഡന്റ് VN മനോജ് ഉദ്ഘാടനം ചെയ്തു. CPM-ലെ അധികാര തർക്കം 6-ാം വാർഡിലെ വികസന പ്രവർത്തനങ്ങൾക്ക് തടസ്സമായെന്ന് VN മനോജ് പറഞ്ഞു.
ഈസ്റ്റ് ജില്ലാ സെക്രട്ടറി ടി.ബി. ബിനു, വാഴൂർ മണ്ഡലം ജനറൽ സെക്രട്ടറി കെ.എസ്. ഹരികുമാർ, മുൻ ഗ്രാമപഞ്ചായത്ത് അംഗം കെ.എസ്. ശിവപ്രസാദ്, ശാലു മോൻ എന്നിവർ പ്രസംഗിച്ചു. ജില്ലാ കമ്മിറ്റി അംഗം കെ.വി. പ്രസന്നകുമാർ, ജില്ലാ മീഡിയ കോ കൺവീനർ സുഭാഷ് വാഴൂർ, പഞ്ചായത്ത് കമ്മിറ്റി ജനറൽ സെക്രട്ടറി സജി കാക്കതോക്കിയിൽ, പഞ്ചായത്ത് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് പ്രസാദ് അമ്പിയിൽ, അരവിന്ദ് അജികുമാർ, അജി കുമ്പുക്കൽ, അനീഷ് നമ്പിയോലിൽ, ജ്യോതിഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. ചിറക്കടവ് പഞ്ചായത്തിലെ അട്ടിക്കൽ പഴയ ചന്ത റോഡ് നവീകരിച്ചു. നവീകരിച്ച റോഡ് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സി.ആർ. ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് സതി സുരേന്ദ്രൻ അധ്യക്ഷയായി. പഞ്ചായത്ത് അംഗങ്ങളായ അഡ്വക്കേറ്റ് സുമേഷ് ആൻഡ്രൂസ്, ഷാക്കി സജീവ് തുടങ്ങിയവർ പങ്കെടുത്തു. റോഡിന്റെ തീർത്തും ശോചനീയാവസ്ഥയിലായ ഭാഗമാണ് കോൺക്രീറ്റ് ചെയ്തത്. പഞ്ചായത്ത് ഫണ്ടായ 4 ലക്ഷത്തിലധികം രൂപയാണ് ഇതിനായി വിനിയോഗിച്ചത്. പുനലൂർ മൂവാറ്റുപുഴ സംസ്ഥാന പാതയിൽ നിന്നും ദേശീയപാത 183 എത്തുന്നതിനുള്ള ബൈപ്പാസ് റോഡാണ് അട്ടിക്കൽ പഴയ ചന്ത റോഡ്. നമ്മുടെ നൂതന പദ്ധതികളോടൊപ്പം തന്നെ ഇവിടെ അടിസ്ഥാന സൗകര്യ വികസനങ്ങളുമായി ബന്ധപ്പെട്ട പദ്ധതികളെ സംബന്ധിച്ച് സൂചിപ്പിച്ചു. നമുക്കെല്ലാവർക്കും അറിയാം, നമ്മുടെ റോഡുകൾ സഞ്ചാരയോഗ്യമാക്കി മാറ്റുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ കാര്യത്തിൽ ചക്കടവ് ഗ്രാമപഞ്ചായത്തിൽ ഞങ്ങൾ ഈ അധികാരത്തിലേക്ക് വരുന്ന സമയത്ത് ഗ്രാമപഞ്ചായത്തിലെ നിരവധി റോഡുകൾ സഞ്ചാരയോഗ്യമല്ലാതായി കിടക്കുന്ന സ്ഥിതി ഉണ്ടായിരുന്നു. ഞങ്ങൾ ഇവിടെ സുമേഷ് സൂചിപ്പിച്ചതുപോലെ കോവിഡിൻ്റെ വലിയ പ്രതിസന്ധികളൊക്കെ മറികടന്ന് ഇതിപ്പോൾ ഗ്രാമപഞ്ചായത്തിലെ ഒട്ടുമിക്ക റോഡുകൾ നമുക്ക് സഞ്ചാരയോഗ്യമാക്കി മാറ്റാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. ഈ സാമ്പത്തിക വർഷം നമ്മൾ അനുവദിച്ചിരിക്കുന്ന ഫണ്ട് കൂടെ വിനിയോഗിച്ചു കഴിയുമ്പോൾ ചക്കടവ് ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ റോഡുകളും ഇവിടെ നെല്ലിമൂട് റോഡടക്കം ഉള്ള എല്ലാ റോഡുകളും നമുക്ക് സഞ്ചാരയോഗ്യമാക്കി മാറ്റാൻ വേണ്ടി കഴിയും എന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. വാഴൂർ 15-ാം മൈലിലെ വെയിറ്റിംഗ് ഷെഡിന്റെ കൽക്കെട്ട് ഇടിഞ്ഞുപോയി. അപകടാവസ്ഥയ്ക്ക് എത്രയും വേഗം പരിഹാരം കാണണമെന്ന് പ്രദേശവാസികൾ ആവശ്യപ്പെടുന്നു. വാഴൂർ പഞ്ചായത്തിന്റെ ഉടമസ്ഥതയിൽ കെ റോഡിൽ 15-ാം മൈലിലെ വെയിറ്റിംഗ് ഷെഡിന്റെ അടിഭാഗം തകർന്നു വീണിട്ട് ദിവസങ്ങൾ. വെയിറ്റിംഗ് ഷെഡ് സ്ഥിതി ചെയ്യുന്ന 12 അടിയോളം പൊക്കം വരുന്ന കൽക്കെട്ടാണ് ഭാഗികമായി ഇടിഞ്ഞു വീണത്. ഏത് സമയത്തും തകർന്നു വീഴാവുന്ന നിലയിലായിരുന്ന വെയിറ്റിംഗ് ഷെഡ് പൊളിച്ചു നീക്കണമെന്നാവശ്യപ്പെട്ട് സ്വകാര്യ വ്യക്തി നാളുകൾക്ക് മുൻപ് പരാതി നൽകിയിരുന്നെങ്കിലും നടപടിയുണ്ടായിരുന്നില്ല. ഡിസാസ്റ്റർ മാനേജ്മെന്റിലും നാഷണൽ ഹൈവേയിലും പരാതി നൽകിയെങ്കിലും ഫലം കണ്ടില്ല. കഴിഞ്ഞ ദിവസം ഫൗണ്ടേഷൻ ബലപ്പെടുത്താതെ അറ്റകുറ്റപ്പണി നടത്തിയിരുന്നു. 4 ദിവസം മുൻപ് രാത്രിയിലാണ് ഫൗണ്ടേഷൻ ഭാഗം ഇടിഞ്ഞത്. ഇതിനു സമീപത്തായി വീടുകളുമുണ്ട്. വെയിറ്റിംഗ് ഷെഡിന്റെ ഭിത്തിയിലും വിള്ളൽ വീണിട്ടുണ്ട്. വെയിറ്റിംഗ് ഷെഡ് ഉൾപ്പെടെ പൊളിച്ചുമാറ്റി പുതിയത് പണിയണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. പള്ളിക്കത്തോട് പഞ്ചായത്തിൽ തടി ടെൻഡറിന്റെ മറവിൽ വൻ അഴിമതി ആക്ഷേപവുമായി കോൺഗ്രസ് സമരത്തിലേക്ക്. മിനി MCFന് വേണ്ടി പഞ്ചായത്ത് വിലക്കി വാങ്ങിയ സ്ഥലത്ത് നിന്നിരുന്ന 28 റബ്ബർ മരങ്ങൾ ഉയർന്ന ടെൻഡർ നൽകിയ ആളിന് നൽകിയതായി കോൺഗ്രസ് പറയുന്നു. കൂടാതെ ടെൻഡറിൽ പറയാത്ത മരങ്ങൾ മുറിച്ച് സ്ഥലത്തു നിന്നും മാറ്റിയതായും തടി കടത്തിക്കൊണ്ടുപോയ വാഹനം ഇവർ തടയുകയും ചെയ്തു. ശക്തമായ നടപടി ഉണ്ടായില്ലെങ്കിൽ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ സമരം നടത്തുമെന്നും കോൺഗ്രസ് നേതാക്കൾ അറിയിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പാമ്പാടി നെടുങ്കുഴിയിൽ കേര കർഷകനോട് ക്രൂരത. 3 വർഷം വളർച്ചയെത്തിയ തെങ്ങിൻ തൈകളുടെ ഓലകൾ വെട്ടി നശിപ്പിച്ചു. പരാതി നൽകി കർഷകൻ. ഏറ്റുമാനൂർ ശ്രീ മഹാദേവന്റെ സ്വർണ്ണ രുദ്രാക്ഷമാലയിലെ മുത്തുകൾ കാണാതായ സംഭവം. കേസ് ഏറ്റുമാനൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് കോടതി തള്ളി. മുൻ മേൽശാന്തിയെ കള്ളക്കേസിൽ കൊടുക്കുകയായിരുന്നുവെന്നും കോടതി നിരീക്ഷണം. കോട്ടയം നഗരസഭയിലെ ഉദ്യോഗസ്ഥരുടെ അനാസ്ഥയ്ക്കെതിരെ വേറിട്ട പ്രതിഷേധം. 3 ദിവസം കൊണ്ട് തീർപ്പാക്കേണ്ട ഫയൽ തീർത്തത് 74 ദിവസം കൊണ്ട്. നഗരസഭാ ഓഫീസിൽ ലഡു നൽകി പരാതിക്കാരൻ. ആഗോള അയ്യപ്പ സംഗമത്തെ അനുകൂലിച്ച ജി സുകുമാരൻ നായർക്കെതിരെ കരയോഗങ്ങൾ. ഭക്തരെയും സമുദായത്തെയും ജനറൽ സെക്രട്ടറി ഒരുപോലെ വഞ്ചിച്ചെന്ന് ആർപ്പൂക്കര NSS കരയോഗം അംഗങ്ങൾ. മന്ത്രി ഗണേഷിനെതിരെയും പ്രതിഷേധം. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.